ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. RRB എക്സാമിന് വേണ്ടി ഫുൾ പവറിൽ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലർക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പ്ലാന്റ് ടിഷ്യൂസ്, അതായത് സസ്യകലകൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ തേങ്ങ എന്തുകൊണ്ടാണ് ഇത്ര കട്ടിയുള്ളത്? പക്ഷേ ഉരുളക്കിഴങ്ങ് നോക്കിയാലോ, നല്ല സോഫ്റ്റും. രണ്ടും ചെടിയുടെ ഭാഗങ്ങളല്ലേ. എന്തായിരിക്കും ഇതിന് കാരണം? ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അത് നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മാർക്ക് ഉറപ്പാണ്. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും പ്ലാന്റ് ടിഷ്യൂസ് എന്ന ഈ ടോപ്പിക്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടും ബാക്കിയുണ്ടാവില്ല. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഈ റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ ഒരു ലക്ഷ്യമാണെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെടികളുടെ വളർച്ചയെക്കുറിച്ചും അവയുടെ ഓരോ ജോലികൾ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ടിഷ്യൂകളെക്കുറിച്ചും ഒക്കെ പഠിക്കും. അവസാനം മുൻവർഷങ്ങളിലെ റെയിൽവേ ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഈസിയായിട്ട് ഉത്തരം പറയും. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രാംസ് ഒക്കെ കണ്ടോ? ഇത് നിങ്ങൾക്കായിട്ട് കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പവർഫുൾ AI പ്ലാറ്റ്ഫോം വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഇവരെ നമുക്കൊരു ചെടിയുടെ കൺസ്ട്രക്ഷൻ ടീം എന്നോ അല്ലെങ്കിൽ ഗ്രോത്ത് എഞ്ചിൻ എന്നോ വിളിക്കാം. കാരണം ഒരു ചെടി വളരുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ഈ ടിഷ്യൂകളാണ്. അപ്പോൾ എന്താണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? ഇവ വെറുതെ ഇരിക്കില്ല, എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സെല്ലുകളാണ്. ഇവയ്ക്ക് നല്ല കട്ടിയുള്ള സൈറ്റോപ്ലാസം ഉണ്ടാകും, നേർത്ത സെൽ വാൾസും. പക്ഷെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ഇതാണ്: ഇവക്ക് വാക്യൂൾസ് ഇല്ല. കാരണം എന്താണെന്നറിയോ? ഈ വാക്യൂൾസിന്റെ പണി ഫുഡ് സ്റ്റോർ ചെയ്യലാണ്. ഈ സെല്ലുകൾക്ക് ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെറുതെ ഇരിക്കാൻ സമയമൊന്നുമില്ല. അവയുടെ ഒരേ ഒരു പണി എന്താ? ഡിവൈഡ് ചെയ്യുക, വളരുക, അത്രയുള്ളൂ. ഇനി പറയാൻ പോകുന്നത് എക്സാമിൻ്റെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചോണേ. ഇത് എവിടെയാണ് കാണുന്നത് എന്നതനുസരിച്ച് മൂന്നായി തിരിക്കാം. ഒന്ന് ആപ്പിക്കൽ മെരിസ്റ്റം. ഇത് കാണുന്നത് ചെടിയുടെ അറ്റത്താണ്, ടിപ്പിൽ, അതായത് ആപെക്സിൽ. ഇത് ചെടിയുടെ ഉയരം കൂട്ടുന്നു. 2 ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡ്, അല്ലേ? അപ്പോൾ ഇത് ചെടിയുടെ വണ്ണം അല്ലെങ്കിൽ തടി കൂട്ടുന്നു. മൂന്നാമത്തേത് ഇന്റർകാലറി മെരിസ്റ്റം. ഇത് ഇലകളുടെയൊക്കെ ബേസിൽ കാണും, അവയുടെ നീളം കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഓർത്തുവയ്ക്കുക, ആപ്പിക്കൽ ഉയരം കൂട്ടുന്നു, ലാറ്ററൽ വണ്ണം കൂട്ടുന്നു. ഇത് മറക്കവേ കൂടാതെ. ഇനി ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾക്കൊരു മടുപ്പൊക്കെ തോന്നി, ഇനി എനിക്ക് ഡിവൈഡ് ചെയ്യേണ്ട, ഒരു പ്രത്യേക ജോലി ചെയ്താൽ മതിയെന്ന് തീരുമാനിക്കുമ്പോഴാണ് അവർ പെർമനന്റ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നത്. അതിൽ ഒരേപോലത്തെ സെല്ലുകളുള്ള സിമ്പിൾ ടിഷ്യൂസിനെയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേക പണിയുള്ള സ്പെഷ്യലിസ്റ്റുകൾ. ദാ ഈ കാണുന്ന ടേബിൾ, ഇതങ്ങോട്ടൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ഇത് നിങ്ങളുടെ ഒരു മാസ്റ്റർ ചീറ്റ് ഷീറ്റാണ്. റിവിഷൻ ചെയ്യാൻ സൂപ്പറാണ്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറൻകൈമ. ഞാനിവർക്ക് 3 ചെല്ലപ്പേരിട്ടിട്ടുണ്ട്: ദ പാക്കർ, ദ ബെൻഡർ, പിന്നെ ദ ഹാർഡനർ. പാക്ക് ചെയ്യുന്നവൻ, വളയുന്നവൻ, പിന്നെ കടുപ്പമുള്ളവൻ. ഈ പേരുകൾ ഓർത്തുവെച്ചാൽ തന്നെ പകുതി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. ആദ്യം നമ്മുടെ പാക്കറെ പരിചയപ്പെടാം. പാരൻകൈമ ചെടിയുടെ ഒരു സ്റ്റോർ റൂമാണെന്ന് കൂട്ടിക്കോ. ഇതിന്റെ മെയിൻ പണി ഫുഡ് സ്റ്റോർ ചെയ്യുക, പിന്നെ ചെടിയിലെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക. നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ കാര്യം ഓർമ്മയില്ലേ? ആ സോഫ്റ്റായിട്ടുള്ള ഉൾഭാഗം മുഴുവൻ ഈ പാരൻകൈമയാണ്. ഇനി ഈ പാരൻകൈമയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന 2 സ്പെഷ്യൽ ആളുകളുണ്ട്. ഒന്നാമത്തത് ക്ലോറൻകൈമ. പേരിൽ തന്നെയുണ്ട് ക്ലോറോഫിൽ ഉള്ളത്. അപ്പോൾ ഇതിന്റെ പണി ഫോട്ടോസിന്തസിസ് ആണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്: എയറൻകൈമ. എയറൻകൈമ. താമരൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അതിന് കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള വലിയ എയർ പോക്കറ്റുകളാണ്. ഇതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടാ. അടുത്ത ആൾ കോളൻകൈമ. ചെടിയുടെ ഒരു യോഗ മാസ്റ്റർ. നല്ല കാറ്റടിക്കുമ്പോൾ ചെടിയുടെ തണ്ടൊക്കെ ഒടിയാതെ ഇങ്ങനെ വളയുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു വഴക്കം കൊടുക്കുന്ന ആളാണ് ഈ ബെൻഡർ. അപ്പോൾ പരീക്ഷയ്ക്ക് ഓർക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ? കൊളൻകൈമ ചെടിക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും. ഇതിലെ സെല്ലുകൾ ജീവനുള്ളതാണ്, ലിവിംഗ് സെൽസാണ്. പിന്നെ ഇതിന്റെ കോർണറുകൾക്ക് നല്ല കട്ടിയുണ്ടാകും, തിക്കൻഡ് കോർണേഴ്സ്. ഈ കട്ടിയുള്ള കോർണറുകളാണ് ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്. ഇനി വരുന്നത് നമ്മുടെ എക്സാമിലെ സൂപ്പർ സ്റ്റാറാണ് സ്ക്ലിറൻകൈമ. ചെടിയുടെ ഒരു കോൺക്രീറ്റ് കവചം. ചെടിക്ക് ആ ഒരു ഹാർഡ്നെസ്, ആ ഒരു ഉറപ്പ് കൊടുക്കുന്നത് ഈ ഹാർഡനറാണ്. ഈ ഒരു വാചകം ഇത് നിങ്ങളുടെ തലയിൽ അങ്ങുറപ്പിച്ചോ. തേങ്ങയുടെ ചകിരി ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്ലിറൻകൈമ ടിഷ്യൂ കൊണ്ടാണ്. ഇനി എവിടെ സ്ക്ലിറൻകൈമ എന്ന് കേട്ടാലും നിങ്ങളുടെ മനസ്സിൽ എന്തു വരണം? തേങ്ങ. ഓക്കെ, ഈ കണക്ഷൻ മറന്നുപോകരുത്. സ്ക്ലിറൻകൈമയെക്കുറിച്ച് ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്: ഇതിലെ സെല്ലുകൾ ഡെഡാണ്, ജീവനില്ല. എന്തുകൊണ്ടാണ് ഇതിനിത്ര കട്ടി? കാരണം ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ സിമന്റ് ഇതിൻ്റെ സെൽ വാളിലുണ്ട്. തേങ്ങയുടെ ചകിരി, വാൾനട്ടിൻ്റെ തോട്, ഇതൊക്കെ സ്ക്ലിറൻകൈമക്ക് നല്ല ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് കോംപ്ലക്സ് ടിഷ്യൂസിലേക്ക് വരാം.
സിമ്പിളായി പറഞ്ഞാൽ ചെടിയുടെ പ്ലംബിംഗ് സിസ്റ്റം. വെള്ളവും ഫുഡുമൊക്കെ എല്ലാ ഭാഗത്തും എത്തിക്കണ്ടേ? അതിനുള്ള പൈപ്പ് ലൈനുകളാണിവർ. ഈ പ്ലംബിംഗ് സിസ്റ്റത്തിൽ രണ്ട് പൈപ്പുകളേ ഉള്ളൂ, സൈലമും ഫ്ലോയമും. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. സൈലം വെള്ളവും മിനറൽസും മുകളിലോട്ട് മാത്രം കൊണ്ടുപോകും, അതായത് യൂണി ഡയറക്ഷണൽ. ഇതിലെ സെല്ലുകൾ മിക്കതും ഡെഡാണ്. എന്നാൽ ഫ്ലോയം അത് ഫുഡ് മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകും, ബൈ ഡയറക്ഷണൽ. ഇതിലെ സെല്ലുകൾക്ക് ജീവനുണ്ട്. ഓർക്കാനൊരു എളുപ്പവഴിയുണ്ട്. സൈലം ജലം എന്നോർക്കുക, ഫ്ലോയം ഫ സൗണ്ട് ഫ പോലെയല്ലേ, അപ്പോൾ ഫുഡ്. സിമ്പിൾ. അപ്പോൾ നമ്മളെല്ലാ മെയിൻ ടിഷ്യൂസിനെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കിത് എത്രത്തോളം കത്തി എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? റെഡിയല്ലേ? റെയിൽവേ എക്സാമിന് മുൻപ് വന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഇതാ 2018 RRB ALPക്ക് വന്ന ചോദ്യം. ഏത് ടിഷ്യൂ ആണ് ചെടിക്ക് ഹാർഡ്നെസ്സും സ്റ്റിഫ്നെസ്സും കൊടുക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഹാർഡ്നർ ആരായിരുന്നു? കോൺക്രീറ്റ് കവചം. യെസ്, ഉത്തരം സ്ക്ലീറൻകൈമ. കാരണം ഓർമ്മയുണ്ടല്ലോ, സ്ക്ലീറൻകൈമയാണ് ദ ഹാർഡനർ. അതിലെ ഡെഡ് സെൽസും പിന്നെ ലിഗ്നിൻ എന്ന സിമെന്റുമാണ് ആ കാഠിന്യം കൊടുക്കുന്നത്. കണ്ടോ, എത്ര ഈസിയാണ്. അടുത്തത് 2019 RRB JEE ചോദ്യം. തണ്ടിന്റെ വണ്ണം അഥവാ ഗർത്ത് കൂട്ടുന്ന മെരിസ്റ്റം ഏതാണ്? ശ്രദ്ധിക്കണം, ഉയരമല്ല വണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. സൈഡിൽ വളരുന്നതാരാ? യെസ്, ലാറ്ററൽ മെറിസ്റ്റം. കാരണം നമ്മൾ പഠിച്ചു, ലാറ്ററൽ എന്നാൽ സൈഡ്സ്. അത് ചെടിയെ തടിപ്പിക്കുന്നു. പെർഫെക്റ്റ്. കൊള്ളാം, നിങ്ങൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. ഇനി നിങ്ങളുടെ പഠനം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പഠിപ്പ് ഇവിടെ നിർത്തരുത്. കൂടുതൽ പ്രാക്ടീസിനായിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്നും ക്വിസുകൾ കിട്ടും. നിങ്ങളുടെ സംശയങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കേട്ട് പഠിക്കാൻ അടിപൊളി ഓഡിയോ നോട്ടുകളും ഉണ്ടാകും. RRB മാത്രമല്ല, SSC, NTPC, ഗ്രൂപ്പ് D എല്ലാ പരീക്ഷകൾക്കുമുള്ള ക്ലാസുകൾ നമ്മൾ ഈ ചാനലിൽ തരും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്